ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റം, നമ്മൾ ഫുഡ് കഴിക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് നല്ല കൊച്ചു മത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മത്തിയുടെ ആളാണല്ലോ, പിന്നെ അതുകൊണ്ട് മത്തി എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിക്കും. അങ്ങനെ താണ്ടേ ഞാൻ ഒരു അര കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൊത്തം എടുത്തിട്ട് അങ്ങ് വെട്ടാമെന്ന് കരുതി. ഇനി ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ കുറേശ്ശെ എടുത്തിട്ട് വെട്ടി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം മൊത്തത്തിൽ അങ്ങ് വെട്ടി കുറച്ച് ഫ്രിഡ്ജിൽ കയറ്റാം, ബാക്കി എടുത്താൽ കറി വെക്കാമെന്ന് കരുതി, കുറച്ച് പൊരിക്കാമെന്നും കരുതി. അപ്പോൾ ഞാനെല്ലാം കൂടെ എടുത്തിട്ട് പച്ചങ്ങ് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ താണ്ടേ ഞാൻ മത്തിയെല്ലാം ഇച്ചിരി മെനക്കേടാണ്, എന്നാലും അങ്ങ് വെട്ടിയെടുക്കാമെന്ന് കരുതി അങ്ങനെ ഇരുന്ന് എല്ലാം വെട്ടി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെച്ചെടുക്കാം. അതായത് മത്തി പീര, കുറച്ച് ആൾക്കാർക്ക് മത്തി പീര വറ്റിക്കണമെന്നും കുറച്ച് ആൾക്കാർക്ക് തേങ്ങ അരച്ച് നീട്ടി കറി വെക്കണമെന്നുമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു പരുവുണ്ടല്ലോ, ഈ പറ്റക്കറി എന്ന് പറയും. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആർക്കും വിഷമം വേണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുത്ത് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. തേങ്ങാപ്പീരയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഇത്രയും കൂടി ഇട്ട് കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനാവശ്യമായിട്ടുള്ള തക്കാളി, ഞാൻ ഒരൊറ്റ ചെറിയ തക്കാളിയെ എടുത്തിട്ടുള്ളൂ. പുളി ഒത്തിരി വേണ്ടാന്ന് കരുതി. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വിട്ട് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കീറി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, നന്നായിട്ട് ഇവിടെ എരിവ് എല്ലാവർക്കും വേണം, അതുകൊണ്ട് പച്ചമുളക് ഇച്ചിരി കൂടുതൽ ഇറക്കട്ടെന്ന് കരുതി. ഇനി ആവശ്യമായ പുളിക്ക് ആവശ്യമായ മാത്രം കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ കറിക്ക് ആവശ്യമായ മീൻ മാത്രം ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി വെക്കുക. കറിവേപ്പില വേണമെങ്കിൽ ഇടാം. പിന്നെ ഇവിടെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പില ആയതുകൊണ്ട് അങ്ങ് ഫ്രിഡ്ജിൽ കിടന്നങ്ങ് ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ അത് ഇടണ്ടാന്ന് കരുതി. പിന്നെ വെളിയിലൊരു ചെറിയൊരു കറിവേപ്പിൻ്റെ തൈ നിൽപ്പുണ്ട്. പക്ഷേ അതിനകത്ത് വലിയ ഇലച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ വെള്ളോട്ട് ഇറങ്ങിയില്ല. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക. വെച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉലുവ താളിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഉലുവാപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. അത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ സത്ത് അതിനകത്തോട്ട് ഇറങ്ങട്ടെ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവായ്ക്കും ഉലുവാപ്പൊടിക്കും ഒക്കെ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഒരു മീഡിയം ലെവലിൽ വറ്റിച്ചെടുക്കാമെന്ന് കരുതി അത് അടുപ്പത്ത് കയറ്റി മൂടി വെച്ച് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്ക് ചേന, ഇവിടെ ഉമ്മ ചേന എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകി അങ്ങോട്ട് എടുത്ത് 2-3 പ്രാവശ്യം കഴുകി അതങ്ങോട്ട് എടുത്തു. എന്നിട്ട് അത് നമുക്ക് ആദ്യം അത് കുക്കറിലിട്ട് വിസിലടിക്കണം. കാരണം ചില സൈസ് ചേന വേഗത്തില്ല. അപ്പോൾ ഇത് വേഗുന്നതാണോ വേഗാത്തയാണോ എന്നറിഞ്ഞൂടല്ലോ. എനിക്ക് 2-3 വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്. ചട്ടിക്കകത്ത് വെച്ച് വേവിക്കും, വേഗത്തില്ല. അതിനുശേഷം പിന്നെ കുക്കറിലിട്ടേ വേവിക്കത്തുള്ളൂ. അപ്പം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മളത് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. വിസിലടിച്ച് പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. പിന്നെ അത് നമ്മൾ വിസിൽ മാറ്റി അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് കയറ്റി അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്. തിളച്ചതേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അത്രയ്ക്കൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം അടി പിടിച്ച് കങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി തിളപ്പിക്കണം. പിന്നെ കറിവേപ്പില ഞാൻ ഇട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പില അങ്ങ് ഉണങ്ങി. ഫ്രിഡ്ജിൽ കിടന്നാണെങ്കിൽ അതങ്ങ് ഉണങ്ങും. പിന്നെ ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളോട്ട് ഇറങ്ങിയത് ഇല്ല. ചെറിയൊരു കറിവേപ്പിൻ്റെ തൈ ഇവിടെ നിൽപ്പുണ്ട്. അതിനകത്തിപ്പോൾ ഇലച്ചിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പില വേണ്ടാന്ന് വെച്ചു. പിന്നെ ബാക്കിയുള്ള മീനിനകത്ത് കുറച്ച് മീൻ ഞാൻ എടുത്ത് പൊരിക്കാൻ വേണ്ടി അരപ്പ് പുരട്ടാൻ വേണ്ടി വെച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുഴച്ച് വെച്ചു. അതൊരു 5 മിനിറ്റെങ്കിലും അതവിടെ നിന്ന് അരപ്പ് പിടിക്കട്ടെന്ന് കരുതി. അതിനുശേഷം നമ്മൾ 5-10 മിനിറ്റ് ശേഷം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, മീൻ പൊരിക്കാൻ വെച്ചു. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഞാൻ പതിവിലും കൂടുതൽ എണ്ണ ഒഴിച്ചു കേട്ടോ. ഞാൻ ഇത്രയൊന്നും എണ്ണ ഒഴിക്കാത്തതാണ്. എന്നിട്ട് മീനിട്ട് എന്നാൽ കുറച്ച് കൂടുതൽ, ചെറിയ പൊടി മത്തിയാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ അതിനകത്തിട്ട് മൊരിഞ്ഞ് കിടക്കട്ടെന്ന് കരുതി ഇട്ടതാണ്. പക്ഷേ പിന്നെ കൂടുതലായിപ്പോയി. ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിന് ഇടാൻ സ്ഥലമില്ല. നമുക്ക് ഈ ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കേ നമുക്കങ്ങനെ ഒരുപാടൊന്നും മീനിട്ട് പൊരിക്കാനൊന്നും ഒക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഫ്രൈ പാനിലൊക്കെ ഇട്ട് പൊരിക്കണം.
അത് പിന്നെ ഇരുമ്പ് ചട്ടിയുടെ അത്രയും ഒരു ഗുണം ചെയ്യത്തില്ല. ഫ്രൈ പാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഇത് മീനൊക്കെ കരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ കെമിക്കലും കൂടെ ഇറങ്ങുമല്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ മീൻ പൊരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ വെന്തിട്ടുണ്ട്. വെന്ത് വറ്റിയെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ കറിക്ക് പാകത്തിനായിട്ടുള്ള ഒരു രീതിയിലെത്തിയിട്ടുണ്ട്. നമ്മളത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ അരി വെള്ളത്തിലിടാൻ വേണ്ടി പച്ചരി എടുത്തിട്ടുണ്ട്. എന്നും രാവിലെ ദോശ, ഇഡ്ഡലി, അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പം ഞാൻ പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടു. കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നും കൂടി ഇട്ടു. പിന്നെ ഉലുവ ഇടാൻ മറന്നു, അത് പിന്നീടാണ് ഇട്ടത്. എന്തായാലും എല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് സെറ്റാക്കി അവിടെ വെച്ചു. ഇനി ഇത് വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചേനയുടെ വിസിലൊക്കെ പോയി, ആവിയെല്ലാം പോയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടല്ലേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് താളിക്കണമെങ്കിൽ നമ്മൾ ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് താളിച്ചു. പിന്നെ കറിവേപ്പിലയും സവാള, കൊച്ചുള്ളി ഒന്നും ഇട്ടില്ല. ഇതൊക്കെ ഇടുന്നത് നല്ലതാണ്, ടേസ്റ്റാണ്. ഞാനതൊന്നും ഇട്ടില്ല. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചേന മെഴുക്കുവട്ടുന്നതാണ് കേട്ടോ. അപ്പം കടുക് താളിച്ചിട്ട് അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ അടുത്ത് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് കേടായിട്ട് വരും. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വഴറ്റിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ ചേനയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡിയാകും. പാകത്തിന് ഉപ്പും കൂടെ നോക്കി വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചേന മെഴുക്കുവരട്ടിയായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനും പൊരിച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഷിഫ്റ്റ് മീനും ഇട്ട് ഞാൻ പൊരിച്ചെല്ലാം. കൊച്ചു മത്തിയാണ്, അത് പൊരിച്ച് വന്നാൽ ഒന്നും ആകത്തില്ല, ഇച്ചിരിക്കോളം കാണും. എന്തായാലും അതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തി പറ്റിച്ചതും മത്തി പൊരിച്ചതും ചേന മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. ഇത് പ്രത്യേകം മോക്ക് വേണ്ടി വാങ്ങിച്ച പ്ലേറ്റാട്ടോ. അപ്പോൾ അതിൽ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.